മൈ ചാനൽ. ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. ഡൂപ്പ് തന്നെ. ഒറിജിനൽ വാങ്ങിയിട്ടില്ല, വാങ്ങും ഇവ. നമ്മൾ ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. കുറേയുണ്ട് ഗൈസ്. എനിക്ക് നമ്മൾ റോബ്ലക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കാണണം. ഈ മണ്ടനല്ല, ഞാനാ കളിച്ചത്. ഞാൻ മണ്ടനല്ല ഗൈസ്. ഇവനെല്ലാ ഗെയിമും ഞാനാ പഠിപ്പിച്ചെടുത്ത്. ഒരു ഗെയിമിനെ പറ്റി ഇവനറിയാം. ഫ്രീ ഫയർ ഒഴിച്ച് ബാക്കിയല്ല ഞാൻ പഠിപ്പിച്ചെന്നേ. കളി മതിയാക്കാൻ പറഞ്ഞു അമ്മ കളി മതിയാക്കാൻ പറഞ്ഞു. നമ്മളിത് ജോയിൻ ചെയ്യും. കളി ഞാൻ കുറച്ച് കഴിഞ്ഞ് പോവും. കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മരം മുറിക്ക്. ഒരു മരം വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ മാത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു മരം മൊത്തം മുറിക്കാൻ പറ്റും നോക്കാം. ബെഡാണ് കണ്ടുപിടിക്കേണ്ടത്, പാടാവാനേ. അന്നെന്തോ ഭാഗത്ത് നമ്മൾ കളിക്കുമ്പോൾ എല്ലാം സിമ്പിളായിട്ട് ബെഡ് കിട്ടും. ഒറിജിനലാണെങ്കിൽ ബെഡ് കിട്ടാൻ കുറേ കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ ബ്ലഡ് എന്നാണ് പറയുന്നത്. വായിന്ന് വരുന്നല്ലേ. അയ്യോ, ആക്സ് ഉണ്ടാക്കാൻ പറ്റില്ലേ? ആന്ത് കളി. ആക്സെല്ലാം ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. സ്ക്വാഡ് കുറച്ചും കൂടി ഇതാക്കിയിട്ട്, ഇതും കുറച്ചും കൂടി ഇതാക്കിയിട്ട്, ഒന്നും വേണ്ട. പിക്കാഡ്സ് വെക്കുക, മുറിക്കുക. ഇനിയിപ്പോൾ മരം വേണോ, എന്നാലേ ഡോറാക്കാൻ പറ്റൂ. അത് കുറച്ചും കൂടി മരം മുറിച്ചിട്ട് വീടിന് ഡോറാക്കാൻ വേണ്ടി മരം കൂടി മുറിക്കുക, എന്നിട്ട് പോവുക. അതിനും അധികം മൈൻക്രാഫ്റ്റ് കളിക്കാറില്ല. ഇല്ല, നീ ഒന്നും കൊണ്ടുവന്നില്ല, ഞാനും ഒന്നും കൊണ്ടുവന്നില്ല. നമ്മൾ കളിക്കുകയായിരുന്നു ഇത്തിരി സമയം. അതിനെപ്പറ്റി ചോദിച്ചു, അവൻ എന്തെങ്കിലും എടുത്തിനോന്ന്. ഓക്കെ ബായ് ഗൈസ്. ഒരു ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പിക്കാക്സ് ചെയ്യേണ്ട തലമണ്ട. 2 ഷീപ്പുണ്ടോ ഗൈസ്? 2 ഷീപ്പിന് ആദ്യം തന്നെ കിട്ടി. നമുക്ക് ലക്കിയാണ് ഗൈസ്. നമ്മൾ ഒന്നിനകത്ത് ഒരു വൂളും കിട്ടി, 2 വൂളും കിട്ടി. ഗൈസ് നമുക്ക് അടുത്തന്നെ പരതി എൻ്റെ മോനെ. ഒന്നിൽ തന്നെ ഗുഹയാണല്ലോ. സ്റ്റോണും കോളും എല്ലാം ഉണ്ടാടാം. ഈ സ്ഥലം ഓർത്ത് വെക്കാം. എന്നാലും ഒന്നും പറ്റാൻ പോണില്ല. നമ്മൾ വീണ്ടും റീസ്പോണാവും, നമ്മളെ സാധനം എല്ലാം പോകും. അത്രയേ ഉള്ളൂ. അതാ ഇത് പരസ്യം പേരുന്നുണ്ട് ഗൈസ്. ക്ലോസ് ഇടിണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. പരസ്യം പേര് സ്റ്റക്ക്. ഈ മരമാണ് ഇനി മുതൽ നമ്മുടെ വീട്. അതിനുണ്ട് സ്റ്റെപ്പ്. ഇനി നീളം പോവും. ഈ മരത്തിൻ്റെ മേലെ നമുക്ക് ഡേർട്ടൊക്കെ വെച്ചൊരു വീടാക്കാം. അങ്ങനെ ഉണ്ടാവും കഴിച്ചത്. സെറ്റായിരിക്കും അല്ലേ? ഡേർട്ട് വെച്ച് വീടുണ്ടാക്കും. അതിൻ്റെ വില അല്ലേ? എന്നെ സെറ്റായിരിക്കും ഗൈസ്. ഞാൻ പറയുന്ന സെറ്റാണ്. നമ്മൾ പിന്നെ പണ്ടേ സെറ്റാണല്ലോ. ഒരു വൂള് കിട്ടണം. പക്ഷേ സോളാ വിനർ ഒരുപാട് ശ്രമിച്ചിട്ടും ഒരു കുതിരനെ വീഴ്ത്താൻ പറ്റിയില്ല. നമ്മളെ തട്ടടിക്ക് വീഴ്ത്തിയത് കുഴിച്ചിനേ ഉള്ളൂ. സോളാ വിനറും പാടാണ്. അത് റിയൽ മൈൻക്രാഫ്റ്റ് അല്ലേ, ഇത് ഒറിജിനൽ അല്ല. അതെനിക്കറിയാം. നമ്മളിക്കട നല്ലോണം കളിക്കും സോളാ വിനർ കിടിലം വീടാക്കി തന്നിട്ട്. എല്ലാം പിന്നെ കാണാൻ ഞാൻ സോളാ വിനറുടെ ഇവിടെ കുറേ കണ്ടു. ഗ്രെയിം തെറാപ്പിസ്റ്റ് കിട്ടി ഗൈസ്. നമുക്ക് ഒരുത്തരും കൂടി കിട്ടിയിരിക്കുന്നു. ഓക്കെ, 3 വൂളും മീറ്റെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഡേർട്ടും കൂടി എടുത്തിട്ട് അങ്ങ് പോയേക്കാം. രാത്രി ആകുമ്പോഴേക്ക് നമുക്ക് വീട്ടിൽ കയറാം. പണി കിട്ടി കഴിച്ച്. കുറച്ച് വുഡ് വേണം, എന്നാലേ നമുക്ക് ബെഡും എല്ലാം ഉണ്ടാക്കണ്ടേ. നമുക്ക് സ്റ്റോൺ വേണം, ഫർണേസ് ഉണ്ടാക്കണം. അതിന് നമുക്ക് സ്റ്റോണൊന്ന് വരുതി പോവാം. താഴേക്ക് ഇവിടുന്ന് നമുക്ക് മൈൻ ചെയ്യാൻ തുടങ്ങാം.
സ്റ്റോൺ എന്തിനാ? ഫർണേസ് ഉണ്ടാക്കാൻ. ഫർണീസ് ഒന്നും പറഞ്ഞ വീടുണ്ടാക്കാതെ. ഫർണേസ് ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ചെത്തും പോകും. അത് വേണോ? ഒരു 6 ഇതാവാണ്ട്. 6 കൊണ്ട് ഇവിടെ കുറേ 1 2 3 3 4 5 6 ഒരു 7 എടുത്തു. ഇതെൻ്റെ അനിയത്തിൻ്റെ പേരാണ് വാവ. ഇതല്ലേ വീട്? ഇതല്ല ഏതാ? ഇതേ കാണാൻ പോലില്ല കേസ് വീട്. നമ്മൾ എടുത്തു പോയി. എൻ്റെ അനിയത്തിനെ വിളിക്കും ഞാൻ നന്നില്ല. ഇത് പിറ്റിന് പൊട്ടിയേ. ഞാൻ ഇത്ര ആക്കിനാ? ഇല്ല, അത് തന്നെ പോന്നിയാ? കൊഴിഞ്ഞു പോന്നിയാ? എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? വീടുണ്ടാക്കാൻ എനിക്ക് കയ്യാ മോനെ. കാണണോ? പെറ്റിനുണ്ടോ? എനിക്കൊരു ഐസ് വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ഡേട്ട് സാധനം കിട്ടിയാൽ ഇപ്പോൾ ആക്കിത്തരാം. 22 ഡേട്ടേ ഉള്ളൂ. അതേറ്റൊന്നും പറ്റൂലെന്ന് എനിക്കറിയാം. പൊളി. ഇപ്പോൾ അടുത്ത പരസ്യം വരും. ദിവസം ഗെയിം അടുത്ത പരസ്യം വന്ന് ഒന്നും പിടിച്ചമർത്താൻ പാടില്ല. കളിച്ചോ. ഒരു ഊമ്പി ഗൈസ്, ഊമ്പിയല്ലേ ഞാൻ വിചാരിച്ചു ഊമ്പിപ്പോയി. അങ്ങനെയാണ് ഗൈസ്. ഇവിടെ 2 ഡേട്ട് വെച്ചേക്കാം. വീടി ആരും കയറി വരണ്ട. വെച്ച് ഡോറും വെക്കാം. ക്രാഫ്റ്റിൻ്റെ അവിടെ ഇവിടെ വെച്ചിട്ട് ഡേട്ടിൻ്റെ അവിടെ ക്രാഫ്റ്റിനുള്ളൂ വെച്ചിട്ട് നമുക്ക് ഇതിട്ട് മാറ്റിയിട്ട് കുറച്ച് ഓക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 3 ഡോറും കുറച്ചും കൂടി ഓക്ക് ഉണ്ടാക്കിയിട്ട് ഫർണസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഫർണസ് ഉണ്ടാക്കാൻ ഇനി എന്ത് വേണോ? ഒരേ ഒരു സ്റ്റോണല്ലേ. നമ്മളിപ്പോൾ പോയി എടുത്തിട്ട് വരാം. നമ്മൾ സ്റ്റോണൊന്ന് എടുത്ത് കുറഞ്ഞു പോയി തോന്നുന്നു ഗൈസ്. നമുക്കിനി ഈ മലേൻ്റെ താഴേക്ക് പോയിട്ട് സ്റ്റോണിൻ്റെ ടെക്സ്റ്റും വരാം. നമുക്ക് പിന്നെ സ്റ്റോണൊന്നും ഒരു നിസാരം. കോള് ഞാൻ കണ്ടിന്. ഇനി ആ കോള് നമുക്ക് നാളെ രാവിലെ പോയി എടുക്കാം. ഈ വീഡിയോ സ്മോൾ വീഡിയോ ആയിരിക്കും എന്നാ തോന്നുന്നല്ലേ? കാരണം നമുക്കെല്ലാം വീട്ടിൽ പോകണം. വൈകുന്നേരം ആയി പോയി. ഇനി എന്തായാലും പാർട്ട് 2 അടുത്ത ആഴ്ച. നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച. ഞാനേ എല്ലാം എടുത്ത് കളിക്കും. ഞാൻ വന്നിട്ട് പാർട്ട് 2 എടുത്താൽ മതി കേട്ടോ. ഞാനും പാർട്ട് 2 എടുക്കും. ഞാൻ കൂടി വന്നിട്ടെടുത്താൽ മതി. അതല്ലേ ഞാൻ പറയുന്ന പോലെ കളിക്കുക. അവിടെ കയറാനും പറ്റുന്നില്ല വീട്ടിൽ. എന്ത് വീടാ ഇത്? സ്റ്റെപ്പ് കുറച്ച് മോഡിഫൈ ചെയ്യണം. സ്പൈഡർ കയറുവേ? സ്പൈഡറും കൂയിഡറും ഒന്നും കയറൂല എൻ്റെ വീട്ടിൽ. അത് പറഞ്ഞ പറഞ്ഞിട്ടു അടുത്ത ആഴ്ച. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പൊട്ടുന്നു ചാവുന്നത്. ഞാൻ വന്നിട്ടിട്ടോ അന്നേരം നല്ല വൃത്തിക്ക് കളിച്ചു തരാം. 4 ഉള്ളുവേ. 4 കഴിഞ്ഞു. ഈ സൈഡ് മാത്രം ആക്കിയാൽ പോലെ. വിളിച്ചിട്ട് പഠിക്കാൻ വരാം. വിളിച്ചിട്ട് വരും. ഇവന് നാളെ മുട്ടാമാണോ? മിട്ടാമ ഏത് മിട്ടാം? എന്തോ ഒരു പരീക്ഷയാണ് ഇവന്. ഇതെന്നാ ഒരു സ്ഥലം പോലും ഇല്ല. നിൽക്കാനൊന്നും സ്ഥലം വേണ്ട. നമുക്ക് വീടുണ്ടാക്കിയാൽ മതി. നിൽക്കാൻ എന്ത് സ്ഥലം? നമ്മൾ ഈ 2ാം നിലയും കൂടി ഉണ്ടാക്കും അല്ലേ? ഇനി ബാക്കി വന്ന ഓക്ക് വെച്ച് വീടും ബാക്കി വലുതാക്കാം. അല്ലാണ്ട് പിന്നെ ക്രിയേറ്റീവ് ആരും കൊടുക്കുമോ? വീഡിയോ ഇടുക എടാ. എനിക്ക് ക്രിയേറ്റീവ് കളിച്ച ശീലമുള്ളും കളിച്ചിട്ടുണ്ട്. അതറിയാം. എല്ലാവരുടെയും സഹായത്തോടെ മാത്രമേ. എനിക്ക് പൂച്ചേനെ പടിയാ ഓടിക്കണം പൂച്ചേന. പിന്നെ പരസ്യം പണ്ടൊരിക്കൽ മാന്തി പൂച്ച. എനിക്ക് പൂച്ചേനെ കാണുന്നതേ ഇഷ്ടമല്ല. കുഞ്ഞു പൂച്ചയിലും വലിയ പൂച്ചയിലും. പൂച്ചയെ ഓടും. എടാ ഇനി ഓടിച്ചാട്ട് എനിക്ക് ഞാൻ പിന്നെ കളിക്കൂലേ? എനിക്ക് എങ്ങനെയാണ് ഈ കാലിലെ കൊണ്ടൊരു പൂച്ചേനെ ഓടിക്കാൻ പറ്റുക? ബുദ്ധി എനിക്കില്ലാന്നാ നീ പറയുന്നത്?
അത് ആരിക്കാ ബുദ്ധിയില്ലാത്ത നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവും ഗൈസ്. ഈ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗെയിം ഏരിയ ഉണ്ട്. മൈൻക്രാഫ്റ്റ് റോബ്ലോക്സ് എന്നെല്ലാം പറഞ്ഞ് ഗെയിം ഏരിയ ഉണ്ട് അറിയാത്ത പൊട്ടനായിവേ. ഞാനുള്ളതുകൊണ്ട് ഇവനിപ്പോൾ ഇങ്ങനത്തെ ഗെയിമെല്ലാം ഇടുന്നു അല്ലേടാ. PS5 പറ്റി വരെ ഇവനറിയില്ല. അറിയാം. ഏതുവനാ പറഞ്ഞ എനിക്ക് PS5 കുറിച്ച് അറിയില്ല. നിനക്ക് PS5 പറ്റി പറഞ്ഞാ ഞാൻ പറഞ്ഞത് അറിയാം. എന്നാടാ അറിയാം എനിക്ക് അറിയുന്നെന്ന് പറഞ്ഞ. എന്നാൽ ഗെയിം കളിക്കേണ്ട സാധനം അത്രേ ഉള്ളൂ. എത്ര പൈസ PS5? അത് 2000 3000 2000 3000 5000. PS5 2000 3000 അല്ല PS5 1 ലക്ഷം 3 ലക്ഷം 2 ലക്ഷം അങ്ങനെയാണ്. റൈറ്റ്. മണ്ടന്മാരെ പറയും PS5 അത്ര പൈസയേ ഉള്ളൂ. ശരിയല്ല ഗൈസ്. PS5 സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ സെറ്റാ സെറ്റ്. രാത്രിയായി ഗൈസ്. നമുക്കിനി PS5 സെറ്റാക്കി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഈ ഒരു സൈഡും കൂടി ഒരു വുഡ് വെച്ചേക്കാം. ഒരു ഫർണസിൽ ഇനി ഫുഡും ഇടാം. വുഡ് കുന്തോ ഉറങ്ങിക്കോ. കാലം വീട്ടിൽ ഗൈസ്. ഈ സ്റ്റെപ്പ് കുറച്ച് വലുതാക്കണേ. ഇവൻ്റെ സ്റ്റെപ്പ് പോലും വലുതാക്കാൻ അറിയാത്ത ഒരു മണ്ടേ. സ്റ്റെപ്പ് വലുതാക്കാനായിട്ടില്ല. അത് നമ്മൾ വീടിൻ്റെ പണിയല്ല ഗൈസ് തീർക്കണ്ടേ. സ്റ്റെപ്പല്ല. സോറി, ഐ ആം വെരി സോറി. അതുവരെ അറിയാത്തൊരു മണ്ടേ. നീ എന്തിൻ്റെ കാര്യം പറഞ്ഞു? പിന്നെ എൻ്റെ കാര്യം എന്നെ വലുതാക്കാനാ. ഞാൻ പോകുന്തോറും വലുതാവും. അതിനിപ്പോൾ നീ ആ പറയുന്നൊന്നും വേണ്ട. മണ്ടാണ് വേറും മണ്ട. എനിക്കിപ്പോൾ ഡേർട്ട് ആവശ്യം. ഡേർട്ട് എല്ലാ കഴിച്ച് ഞാൻ മണ്ടാനല്ലേ വന്നിട്ടാ. എടി നിന്നെ വിളിക്കുന്ന അനിയത്തിനാണ്. മതി എന്ത് മതി. ഇനിയിപ്പോ ഈ വീടിന്റെ ബാക്കി കഴിഞ്ഞിട്ട് പാർട്ടി വിടുക. എൻ്റെ ബാക്ക് പൂച്ചയുണ്ടല്ലോ. നിന്റെ ബാക്കിലെ ഭാഗ്യം. എടി നിന്നെ വിളിക്കുന്നാടി. എത്രയുണ്ട്? സൈക്കിള് മണ്ണം കൊണ്ടുപോയി. മണ്ണം കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു. ഇപ്പൊ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ അവൻ്റെ വീട് വരെ പോയില്ല അതെടുത്തിട്ട്. ആന്ന് നിനക്കറിയില്ലല്ലോ അല്ലേടാ. ഇനി മൂടാ നമ്മൾ സ്റ്റോൺ മൂടല. ഇനി സ്റ്റോണ് തീർന്നാ വുഡ് മൂടല്. ശരിയല്ലേ? രണ്ടാം നിലന്റെ പണി നമുക്ക് തുടങ്ങാം. എന്തോ പറഞ്ഞല്ലോ. ഈ ജമ്മീനി ഇപ്പൊ ഒരു സാധനം നീ വേണ്ടാണ്ട് നോക്കാം. താഴെ പോയിട്ട് എടുക്കാൻ കഴിയും എനിക്കറിയാം. അവിടെ നാടാ ഇതല്ലേ ആ ചമ്മിയൊന്നുമല്ല. ആ താഴെ പോയിന്ന് വെച്ച് എൻ്റെ കുട്ടികളാണ്. ഡേർട്ട് മാതാണ്ട് സാധനം എടുത്തിട്ട് ഇവിടെ ഉള്ള ഡേർട്ട് മൊത്തം എടുത്തങ്ങ് പോവാം. ഡേർട്ട് പ്രധാനമല്ല. ഡേർട്ടൊന്നല്ല, സ്റ്റോണും വുഡും അല്ലാന്ന് പ്രധാനം. ഡേർട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ? നമുക്ക് ഇപ്പം പ്രധാനം നമുക്ക് ഇതാണ്. അതിങ്ങനെ ഒരു സ്റ്റാക്കും കൊടുക്കണം. ഇപ്പൊ ഒരു സ്റ്റാക്ക് എടുക്കണം. 100. ഒരു സ്റ്റാക്ക് എത്രയാന്ന് പോലും അറിയില്ല. ഞാൻ പറഞ്ഞല്ലേ ഇവൻ മണ്ടനാന്ന്. 50 ഒരു സ്റ്റാക്ക് 64. എനിക്കറിയാം കഴിച്ച് ഇവൻ വെറുതെ ഞാൻ കളിക്കാൻ പറഞ്ഞു. കണ്ട അമ്മയെ പൂച്ച. ഈ പൂച്ചേനെ പേടിയുള്ള ഇവനാണ്. ഗൈസ് പൂച്ച എന്നെ മാന്തിയോണ്ടാവും ഗൈസ്. എനിക്ക് ഇവൻ ധൈര്യവാനാണ് ഗൈസ്. ഇവിടെ ഒരു ഇത് പൊട്ടിക്കണം. എന്നാലേ നമുക്ക് ബെഡിൽ കയറി കിടക്കാനും പറ്റും. അല്ല കിടക്കാന്നല്ല, എവിടെയോ ഒന്ന് പൊട്ടിക്കേണ്ടി വരും. എന്നാലേ നമുക്ക് മേലെ കയറാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ബെഡ് കുറച്ചും കൂടെ അങ്ങോട്ടാക്കണം. വളരെ ഇപ്പോൾ സെറ്റാക്കിട്ട് മേലെ കയറാനല്ലേ ബെഡ് ഇവിടെ വെക്കുക. എടാ ഇവിടെ ഇവിടെ
2 ഡേട്ട് പൊട്ടിക്കുക. നോക്കിക്കേ, ബെഡ് വെക്കാനുള്ള എൻ്റെ ബുദ്ധിയാണ്. 1 2 എന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചു. നോക്കിക്കോ ഗൈസ്, ഞാൻ ഇപ്പം സെറ്റാക്കി തരാം. ബെഡ് വെക്കേണ്ട സ്ഥലം. രാത്രിയാവുന്നുണ്ടേ. രാത്രിയാവുന്നില്ല, ഒരു കൂത്രിയാവുന്നില്ല. നീ മിണ്ടാണ്ട് ഇങ്ങോട്ട്. നീ രാത്രി ആയാലും വരെ മനസ്സിലാവില്ല ഗൈസ്, രാത്രിയാണല്ലേ. ഗൈസ് എനിക്ക് പെട്ടെന്ന് കണ്ണ് തീരുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ്. പറക്കാൻ കഴിയില്ല. എനിക്ക് പറയാൻ തുള്ളി നോക്കിയതാ. ഞാൻ മണ്ടനല്ല മോനെ, പറക്കാൻ പറ്റൂ. ആരാടാ സർവൈവലിൽ പറക്കുക? ലൈറ്റർ കിട്ടിയാൽ പറക്കൂ. അത് ശരിയാണ്, ലൈറ്റർ കിട്ടിയാൽ ആകാശത്തൂട്ട് പറഞ്ഞു പോവാം. ചടക്കം പൊട്ടിക്കുന്ന ആരല്ലോ. അടുത്ത പരസ്യോ. ഇത് കുറേ സമയം എടുക്കും.